പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടോ എന്ന ഒരു പ്രചാരണം സോഷ്യൽ മീഡിയകളിലും ഓൺലൈനുകളിലും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം വന്നിരിക്കുകയാണ്. നെതന്യാഹുവിനെ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിനിടയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റുകയും ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോൾ എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പത്രം ഹിന്ദുസ്ഥാൻ പത്രമാണ്. ഇങ്ങനെ വലിയ രൂപത്തിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറയുന്നത്. ദിസ് പിക്ചർ ഈസ് സ്പ്രെഡിങ് ഇന്റർനെറ്റിലൂടെ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന് വസ്തുത എന്താണ്? 2 ദിവസം മുമ്പ് തന്നെ ഇറാന്റെ പത്രമായ തെസ്നീം ഈ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെയും വീടിന് നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു, നെതന്യാഹു മരണപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അതേസമയം ജെറുസലം പോസ്റ്റ് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയായിരുന്നു. എന്നാൽ നിരന്തരമായി എന്തുകൊണ്ട് നെതന്യാഹു വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന ചോദ്യം ഉയർന്നു. ഉടനെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ വരികയാണ് നെതന്യാഹു സംസാരിക്കുന്നതിന്റെ. പക്ഷെ ആ വീഡിയോകളിൽ വലിയ രൂപത്തിലുള്ള കൃത്രിമം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി. കാരണം അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ 6 വിരലുകളൊക്കെ കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ജനറേറ്റ് ചെയ്ത വീഡിയോകളിലാണ് ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ 6 വിരലുകൾ അദ്ദേഹത്തിന് കാണിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് 6 വിരൽ ഈ വീഡിയോയിൽ കാണുന്നു എന്ന രൂപത്തിൽ ഇത് ജനറേറ്റഡ് ആണ്, ഇത് AI വീഡിയോ ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ പ്രചരണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഇത്തരം ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായി നമുക്ക് പറയണമെങ്കിൽ ഇസ്രായേൽ സ്ഥിരീകരിക്കണം. സാധാരണഗതിയിൽ ഒരു വിമാനവാഹിനി കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തതാണെങ്കിൽ ആ വിമാനവാഹിനി കപ്പലിന്റെ വീഡിയോ വരെ പുറത്തുവിടാറുള്ള IDF-ഉം സെൻകോമും ഒക്കെ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ ലൈവായ ചിത്രങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. ഏകദേശം 4-5 ദിവസമായി നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന വാർത്ത വരുന്നു. ശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണം ഉള്ള ഘട്ടത്തിലും പല ബിൽഡിങ്ങുകളും കേടുപാട് പറ്റിയ ബിൽഡിങ്ങുകൾ സന്ദർശിക്കുന്ന നെതന്യാഹുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ 4-5 ദിവസമായി ഈ ആരോപണം ഉയർന്നതിന് ശേഷം, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നെതന്യാഹുവിനെ എവിടെയും കണ്ടില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. മാത്രമല്ല, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്താണ് റഷ്യക്കെതിരെ അമേരിക്ക വ്യക്തമായൊരു ആരോപണം ഉന്നയിച്ചത്. വ്യക്തമായ രൂപത്തിലുള്ള ഇന്റലിജൻസ് സഹായങ്ങൾ ഇറാന് റഷ്യ നൽകുന്നു, ചൈന നൽകുന്നു എന്ന രൂപത്തിലുള്ള ആരോപണം റഷ്യക്കും ചൈനക്കുമെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഉന്നയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു അങ്ങനെ ഉന്നയിക്കാനുള്ള സാധ്യത നെതന്യാഹു എവിടെയാണെന്ന് ഇറാന് വ്യക്തമായ രൂപത്തിലുള്ള വിവരം നൽകുകയും ആക്രമിക്കുകയും ചെയ്തു എന്നതിന്റെ സാഹചര്യങ്ങളെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന വിളിച്ചോതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ഈ അഭ്യൂഹങ്ങൾ ചെറുതൊന്നുമല്ല, ഇത് വലിയ രൂപത്തിൽ പ്രചരിക്കുകയാണ്. ഇനി എന്തായാലും ഇതിന്റെ നിജസ്ഥിതി ഇസ്രയേൽ പുറത്തുവിടൽ നിർബന്ധമായിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കുക എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.